ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് കുറേ സോക്സ് ഒക്കെ നമ്മുടെ പഴയ കുറേ സോക്സുകൾ ഉണ്ടായിരിക്കും അല്ലേ, കളയാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേ പഴയതായിട്ടുള്ള സോക്സുകൾ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഒന്നാമത് ഇപ്പോൾ ബുദ്ധിമുട്ടാണല്ലേ, അപ്പോൾ എവിടെ കളയാനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണയൊക്കെ ഒഴിക്കുന്ന ഈ ഒരു ബോട്ടിലില്ലേ, അപ്പോൾ നമ്മുടെ എണ്ണയുടെ ഈ ഒരു ബോട്ടിൽ നമ്മൾ എത്രയൊക്കെ എണ്ണ കറക്റ്റായിട്ട് നമ്മൾ നോക്കി ഒഴിച്ചാലും ശരി, ഇതിന്ന് ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ താഴെ നമ്മളൊരു സോക്സ് ഇട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു സോക്സ് ഇട്ട് വെച്ചിട്ട് ഇതിതാ ഇങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ എണ്ണ താഴോട്ട് പോവില്ലേ, എണ്ണ താഴോട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങി അതിനൊരു പ്രശ്നം വരില്ല. ആ ഒരു ബോട്ടിൽ എപ്പോഴും ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത്, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ എണ്ണയായി എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും പഴയ സോക്സ് അല്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കളയാം. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ എണ്ണ ആവുന്നതിനനുസരിച്ച് പിന്നെ അടുത്ത ഭാഗം അപ്പോൾ ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം പിന്നെ എണ്ണയായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നമുക്ക് കളയാം. അങ്ങനെ നമുക്ക് ഇത് ലാസ്റ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും ലാസ്റ്റ് വരെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് വാഷ് ചെയ്യാനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വാഷ് ചെയ്തിടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലാത്തവർക്ക് നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ പുതിയ വേറെ സോക്സ് എടുത്താൽ മതി. ഇത് കഴിയാൻ തന്നെ കുറച്ച് താമസം വരും, കുറച്ച് അത്രയും വലിപ്പമുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കയറ്റി കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഇത് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കിച്ചണിൽ എപ്പോഴും നമ്മൾ പണി ചെയ്യുന്ന ഒരു സമയത്ത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ അതിനകത്ത് നമുക്ക് ചൂട് കുറേ നേരം നിൽക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സോക്സ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു സോക്സ് ഇട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ചൂടുവെള്ളമാണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും കുറേ നേരം നിൽക്കും കേട്ടോ. ഇപ്പോൾ ഇതൊരു ദിവസം മുഴുവനും അതിൽ കൂടുതലൊക്കെ നിൽക്കും. ഇപ്പോൾ ചായ ആവട്ടെ അല്ലെങ്കിൽ ചൂടുവെള്ളം ആവട്ടെ, തണുത്ത വെള്ളമാണെങ്കിൽ തണുപ്പ് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ഇതൊക്കെ ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിട്ടിട്ട്, അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോവുകയാണ്, നമുക്ക് കുറേ സമയത്തേക്ക് ഈ ഒരു ചൂടുവെള്ളം ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതിങ്ങനെ ആ ഒരു ചൂടുവെള്ളം ആണെങ്കിലും തണുത്ത വെള്ളമാണെങ്കിലും അതേപോലെ നിൽക്കാനായിട്ട് നമ്മളിതാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു സോക്സ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് ആ ഒരു തണുപ്പും അല്ലെങ്കിൽ ചൂട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിൽക്കും. അപ്പോൾ യാത്രയിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ വയ്യ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തിന് ആ ഒരു തിരിച്ചു വരുന്നവരേക്കും നമുക്ക് ആ വെള്ളത്തിൽ ചൂടാണെങ്കിലും നമുക്ക് നിർത്താനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത സോക്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്, നമ്മുടെ പുതിയ കുടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ പൊടി പിടിക്കൂല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു പഴയ ഒരു സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സോക്സിനകത്താക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ പൊടിയൊന്നും പിടിക്കാതെ നമുക്കത് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ഇത് സൂക്ഷിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെക്കാനും എടുക്കാനും ഒക്കെ നമുക്കത് എളുപ്പമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ഒരു സോക്സിലിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. പൊടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ ശരി, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കുടയൊക്കെ പൊടി പിടിക്കാതിരിക്കണമെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ ബാഗിലൊക്കെ നമ്മളിപ്പോൾ ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ബാഗിൽ നമുക്ക് പുറത്തെടുക്കുന്ന സമയത്തല്ല, അല്ലാതെ നമ്മളിപ്പോൾ ബാഗിൽ നമ്മളിങ്ങനെ വെക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സോക്സിനകത്താക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ക്രാച്ച് ഒന്നും വീഴാതെ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ആവാതെ അതിൻ്റെ സ്ക്രീനിലും ഒന്നും കുഴപ്പം വരാതെ അങ്ങനെ ഇരിക്കും കേട്ടോ, വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ബാഗിലൊക്കെ വെച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മുടെ സോക്സ് കൊണ്ടുള്ളൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അതിലൊരു സോക്സ് വെക്കുക. അതിനുശേഷം അതിൽ നമ്മൾ ഇങ്ങനത്തെ നമ്മൾ മുടിയിലിടുന്ന നമ്മുടെ പിന്ന്, ഹെയർ പിന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി പിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ പിന്നൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും, അത് വേറെ എവിടെയും വീണും പോകില്ല.
അതേപോലെ തന്നെ നമ്മുടെ ഈ കല്ല് വെച്ചിട്ടുള്ള വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കില്ല അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വെറുതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളർ മങ്ങുകയും പൊടി പിടിക്കുകയും അതേപോലെ ഇതിൻ്റെ ആ ഒരു തിളക്കമൊക്കെ പോവില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സോക്സിലിട്ടിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കാലം അങ്ങനെ തന്നെ നമുക്കത് അങ്ങനെ ഒരു കേടോ കാര്യങ്ങളോ ഒന്നും വരാതെ അത് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് മങ്ങേ, അതല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു കല്ലൊക്കെ പോവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഇട്ട് വെക്കാം, രണ്ട് സൈഡും നമുക്ക് ഹോൾ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ 2-3 അങ്ങനെ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ വള മാത്രമല്ല കേട്ടോ, വള മാത്രം വെക്കിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് വേറെ നല്ല ഇങ്ങനെ വർക്കുള്ള ഷൂവോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിങ്ങനെ സോക്സിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് കുറേ കാലം അങ്ങനെ കേടാവാതെ പൊടി പിടിക്കാതെയും ഇരിക്കും കേട്ടോ. അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരു സോക്സ് പഴയത് നമ്മൾ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലിട്ടതിന് ശേഷം അപ്പം നമ്മൾ ഇതാ കൈ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെറിയ പൊടികളൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ അതിലോട്ട് എന്തെങ്കിലും ലിക്വിഡൊക്കെ തെളിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ വേറൊരു തുണിയൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ നമുക്കതൊരു അതെപ്പോഴും എടുക്കണം, വെള്ളം നനയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ വരും. ഇതിപ്പോൾ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു ഇതിടില്ലേ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ ഒരു അത്ര ഒരു നല്ലതായിരിക്കില്ല നമുക്ക്. അപ്പോൾ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്താൽ അപ്പോൾ അത്ര ഒരു ഇതുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ പഴയ ഒരു സോക്സിൻ്റെ ഇങ്ങനെ 2 സൈഡ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കൈ സുഖമായിട്ട് കൊള്ളുകയും ചെയ്യും, അങ്ങനെ വൃത്തിയായിട്ട് അത് നിൽക്കുകയും ചെയ്യും. ഇപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ ഇപ്പം നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. പഴയ സോക്സ് ആണെങ്കിൽ മതി, നല്ലൊരു ഇതാണ്, നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ജോലിക്കാരെയൊന്നും വരാത്തൊരു ദിവസം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യാത്തൊരു ദിവസം നമുക്കൊന്ന് വീട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ തുടയ്ക്കാനും വയ്യ എന്ന് തോന്നുന്ന ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു സോക്സ് എടുത്തിട്ട്, പഴയൊരു സോക്സ് എടുത്തിട്ട് നമ്മളിതാ ചൂലിലൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു അടിക്കുന്ന സമയം മാത്രം മതി, അടിച്ചു വാരുന്ന ആ ഒരു സമയം മാത്രം മതി നമുക്ക് തുടയ്ക്കുന്ന സമയത്തും. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഇങ്ങനെ മുടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ കുടുങ്ങി നിൽക്കൂലേ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കുടുങ്ങി നിൽക്കാതെ ഈ ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തുടച്ച ഒരു ഫലം ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ അതൊന്നും നമുക്ക് മോപ്പ് എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ഒരു സോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വാർഡ്രോബ്സിൻ്റെയൊക്കെ താഴെ, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെയൊക്കെ താഴെ നല്ല ക്ലീൻ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ യൂസാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മുടി ഇതിൽ പിടിക്കാതെ നമുക്ക് വയ്യാത്തൊരു ദിവസം, നമുക്ക് തുടയ്ക്കാൻ വയ്യാത്തൊരു ദിവസം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നില നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് തുടയ്ക്കേണ്ട ആ ഒരു പണി ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.